യെസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജനറലായിട്ട് മോഷനെക്കുറിച്ചാണ് പറഞ്ഞു വിട്ടിരുന്നത് അല്ലേ. അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്റ്റിലിനിയർ മോഷൻ പറഞ്ഞു, സർക്കുലർ മോഷൻ പറഞ്ഞു, വൈബ്രേഷൻ മോഷൻ പറഞ്ഞു. അതിന് പുറമേ നമ്മൾ പറഞ്ഞ 3 ടൈപ്പ് മോഷൻസിൽ 1 ഡയമെൻഷൻ മോഷൻ ഉണ്ടായിരുന്നു, 2 ഡയമെൻഷൻ മോഷൻ ഉണ്ടായിരുന്നു, പിന്നെ 3 ഡയമെൻഷൻ മോഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളോട് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൈനമാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു, മെക്കാനിക്സ് എന്താണെന്ന് പറഞ്ഞു, സ്റ്റാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1 ഡയമെൻഷൻ മോഷനിൽ അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. ഓക്കെ, നമ്മൾ 3ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത് നിങ്ങൾ പണ്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമായിട്ട് പഠിച്ച അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ചാപ്റ്റർ. നിങ്ങളന്ന് പഠിച്ച പല ടേംസും നമുക്ക് വീണ്ടും ഇവിടെ പഠിക്കാനുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ പണ്ട് പഠിച്ച പല ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ് പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് എന്ന ടേമാണ്. എന്താണ് ഡിസ്റ്റൻസ്? നിങ്ങൾ ഡിസ്റ്റൻസ് എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിച്ച് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു പോയിന്റ്, നമുക്കിവിടെ ഒരു എ എന്ന പോയിന്റ് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എ എന്ന പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ. ഈ എ എന്ന പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പല വഴിക്കും പോയി, ലാസ്റ്റ് എവിടെ എത്തിയെന്നറിയോ? അത് ബി എന്ന പോയിന്റിലെത്തി. ശരിയാണല്ലോ, ഇത് ബി എന്ന പോയിന്റാണ്. അത് ഈ എന്ന് എ സി ബി എന്ന ഈ ഒരു പാത്ത് വഴിയാണ് പോകുന്നത്. തിരിച്ചെവിടെത്തുന്നു? ബിയിലെത്തുന്നു. ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ വലിയൊരു ത്രെഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ആ നൂലിൻ്റെ ഒരറ്റം നമ്മൾ എയിൽ വെക്കുന്നു. എയിൽ വെച്ചിട്ട് ആ നൂല് ഇങ്ങനെ തന്നെ ഇതേ വഴി കൂടി തന്നെ നൂല്, നിങ്ങൾ എ പോകുന്നില്ലേ, എ പോകുന്ന ഇതേ വഴി കൂടി തന്നെ നമ്മൾ നൂലിങ്ങനെ കൃത്യമായിട്ട് വെക്കുന്നു. എന്നിട്ട് ആ നൂല് നമ്മൾ വലിച്ച് നീട്ടുക. ഓക്കെ, അത് വലിച്ച് നീട്ടിയിട്ട് നമുക്കതിൻ്റെ ലെങ്ത് നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റുമല്ലോ. ഒരു മിനിറ്റ്, ഞാനിത് ഈ ത്രെഡിൻ്റെ ഇത് വലിച്ചു നീട്ടിയിട്ട് ഞാനതിൻ്റെ ലെങ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഒരു സ്കെയിലിൽ ഒരറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ലെങ്ത് ഞാൻ കൃത്യമായിട്ട് അളന്നെടുത്തു അല്ലേ. നിങ്ങളെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയായിരുന്നു നമ്മൾ എ വന്നത്, അതിൻ്റെ ഇടയിൽ സി എന്ന പോയിന്റ് വന്നിട്ടുണ്ടാവും, ഇവിടെ ബി എന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ആ റെഡ് ലൈനിൽ കാണിക്കുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. ആ എ സി ബി എന്ന പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ ആക്ച്വൽ പാത്ത് ഫോളോഡ് ബൈ ദി പാർട്ടിക്കിൾ അല്ലേ. അല്ലെങ്കിൽ ആ പാത്ത് ഡിസ്റ്റൻസ് നമ്മൾ വേറെ പേരിലും വിളിക്കാറുണ്ട്, പാത്ത് ലെങ്ത് എന്ന് വിളിക്കാറുണ്ട്, പാത്ത് ലെങ്ത്. ഓക്കെ, ഇപ്പോൾ എന്താ ഡെഫിനിഷൻ പറയുന്നത്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ പാത്ത് ഫോളോഡ് ബൈ ദി ഒബ്ജക്റ്റ് വെൻ ഇറ്റ് മൂവ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ക്ലിയർ. അപ്പോൾ ഇതിൽ ഡിസ്റ്റൻസ് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഡിസ്റ്റൻസ് ഇതിൻ്റെ യൂണിറ്റ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ വരുന്നത്? എസ് എ യൂണിറ്റ് അത് മീറ്റർ ആണെന്നറിയാം അല്ലേ. ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് കൃത്യമായ ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ഇത് ഡിസ്റ്റൻസ്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിത്തൗട്ട് ഡയറക്ഷൻസ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വാല്യൂ മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ മറ്റേ വർക്ക് എനർജിയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം, വാല്യൂ മാത്രമേ ഉണ്ട്, പക്ഷേ എന്തില്ല ഡയറക്ഷൻ. അത്രയും ക്വാണ്ടിറ്റികൾ വിളിക്കുന്ന പേരാണ് സ്കെലാർ ക്വാണ്ടിറ്റി. എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, മാസ്, ടൈം, ഇതൊക്കെ എന്താണ്? സ്കെലാർ ക്വാണ്ടിറ്റികളാണ്.
ചില ക്വാണ്ടിറ്റികൾക്ക് എന്ത് വരുന്നുണ്ട്, ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഉണ്ടാവും. അത്തരം ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റികൾ. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ വേറൊരു പ്രോപ്പർട്ടി ഡിസ്റ്റൻസിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവും. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പോയിന്റ് നിന്ന് എടുത്തു മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു, നമ്മൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ എന്ത് മാത്രമേ വരൂ, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരൂ. ശരിയല്ലേ? സീറോ ആവാം, മൂവ് ചെയ്യുന്നില്ലെങ്കിൽ സീറോ ആവാം, പക്ഷെ മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറും, അത് പോസിറ്റീവായിട്ട് മാറും. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ എഴുതി ഉണ്ടാവണം. ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ പറയണം, അത് അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ എന്ന് പറയാം. പിന്നെ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എണ്ണാൻ പറ്റൂ. ക്ലിയർ? ഇനി അടുത്ത ടേം അറിയേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റും നിങ്ങൾ പണ്ട് പഠിച്ചതാണ്, സ്ഥാനാന്തരണം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം പറഞ്ഞ പോലെ A എന്ന പോയിന്റ് എടുത്തു, നെക്സ്റ്റ് B എന്ന പോയിന്റ് എടുത്തു, ഇവിടുന്ന് A എന്ന ബിയിലേക്ക് നേരത്തെ പോലെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തു, ലാസ്റ്റ് എവിടെത്തി ബിയിലെത്തി, അത് മൂവ് ചെയ്യുന്നത് C എന്ന പോയിന്റ് കൂടിയാണ് മൂവ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പം ACB എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇനി ഞാൻ ഇവിടെ വരക്കാൻ പോകുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ലൈൻ, ഇത് നമുക്ക് വേണമെങ്കിൽ ADB എന്ന് വിളിക്കാം അല്ലേ? ഈ ലൈനിൽ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. ഏറ്റവും അടുത്ത ദൂരം A നിന്ന് ബിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന വഴിയാണിത്, ADB എന്ന വഴി അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. ശരിയല്ലേ? അല്ലെങ്കിൽ വേറെ ഒരു കാര്യം കൂടിയും പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡയറക്ഷനുള്ള, അതായത് നമ്മൾ ഈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയും പറയാറുണ്ട്. അതായത് A നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ഡയറക്ഷൻ കൂടി മൂവ് ചെയ്താലേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഇൻ എ ഗിവൺ ഡിറക്ഷൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻ എ സ്റ്റേറ്റഡ് ഡിറക്ഷൻ എന്ന് കൂടെ പറയാറുണ്ട്. അതും എന്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇതിൽ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെഫിനിഷൻ എന്താണെന്ന് പറയണം, നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെഫിനിഷൻ പറയണം. രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് SI യൂണിറ്റ് എന്തായിരിക്കും, മീറ്റർ തന്നെയായിരിക്കും. ശരിയല്ലേ? പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ്റെ ഒരു പ്രത്യേക ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടൂ അല്ലേ? നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആവുമോ? ഇല്ല. ഇങ്ങോട്ട് പോയാവോ? ഇല്ല. ആവണമെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു മൂവ് അലോങ് എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ശരിയല്ലേ? അപ്പോൾ പെർട്ടിക്കുലർ ഡിറക്ഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടൂ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഏതൊക്കെ വാല്യൂസ് വരാമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, നമുക്കിവിടെ ഒരു ആക്സിസ് വെക്കാം അല്ലേ? നോക്കിക്കോ, ഞാനിവിടെ ഒരു ആക്സിസ് വരക്കുവാണേ. നമ്മൾ പണ്ട് പറഞ്ഞ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞ സീരീസ് അല്ലേ? റൈറ്റ്. ശരി, ഇത് ആ റെഫറൻസ് പോയിൻ്റ് ഒറിജിനാണ്, O എന്ന് പറഞ്ഞ ഒറിജിനാണ്. ഇവിടുന്ന് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്തിട്ട് അത് പതുക്കെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ക്ലിയർ? നമുക്ക് അവിടെ ഒരു സ്കെയിലൂടെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ കഴിയും. സ്കെയിലൂടെ വെച്ചിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്തിട്ട് അത് ഇവിടെ നമുക്ക് ഈ A എന്ന പോയിന്റിലെത്തി. ശരിയാണല്ലോ? അപ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Oയും Aയും തമ്മിലുള്ള ദൂരം അല്ലേ? എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് പ്രകാരമാണ് 4 സെൻറ്റിമീറ്ററിന് കിട്ടും. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഇവിടെയും നമുക്ക് 4 സെൻറ്റിമീറ്ററിന് കിട്ടും.
ഓക്കെ, അത് വീണ്ടും മൂവ് ചെയ്തു. വീണ്ടും മൂവ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഇവിടെ എത്തി, ഈ ബി എന്ന പോയിന്റിലെത്തി. ഇപ്പോൾ ഡിസ്റ്റൻസ് ഒ എന്ന് ബിയിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് 9 സെൻറ്റിമീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 9 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളേ, ഇതേ ഓബ്ജക്റ്റ് ബിയിലെത്തിയിട്ട് ഇത് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. നമുക്കിവിടെ സി എന്ന പോയിന്റിലെത്തി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇപ്പോൾ ഡിസ്റ്റൻസ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലേ ഡിസ്റ്റൻസ്. അപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ പോയി തിരിച്ച് സിയിലെത്തി. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എത്ര വരും? ഒ ടു ബി വരെ 9 പ്ലസ് ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര വന്നു? 3 വന്നു അല്ലേ. സോ ടോട്ടൽ വിൽ ബി 9 + 3 = 12 സെൻറ്റിമീറ്റർ ആണ്. അതാണ് ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയും ചോദിച്ചാൽ നമുക്ക് എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇനിയുടെ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? ഒ ആണ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഫൈനൽ പൊസിഷൻ എവിടെയാണ്? സി ആണ് എന്ന് പറഞ്ഞാൽ 6-ലാണ്. അപ്പോൾ ഇനീഷ്യലും ഫൈനലും തമ്മിൽ ദൂരം എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 6 - 0 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും. 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കേസിൽ ഡിസ്റ്റൻസ് വരുന്നത് 9 സെൻറ്റിമീറ്ററും 9 അല്ല 12 സെൻറ്റിമീറ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 6 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, തിരിച്ച് ഇത് സിന്ന് വന്നു, നമുക്ക് സിന്ന് വന്നു തിരിച്ച് എത്തിന് എത്തിയെന്ന് വിചാരിച്ചു അല്ലേ. ഇപ്പം എത്ര ഡിസ്റ്റൻസ് വരിക? ഒ എന്ന് ബിയിൽ വരെ 9, ബി നേലേക്ക് 5 അല്ലേ. സോ 9 + 5 ഇതാണ് 14 സെൻറ്റിമീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റോ ഫൈനൽ പൊസിഷൻ 4 ആണ്, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. സോ 4 - 0 എത്രയാണ്? 4 ആണ്. ഒബ്ജക്റ്റ് തിരിച്ച് ഒ തന്നെ എത്തിക്കഴിഞ്ഞാലോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തിക്കഴിഞ്ഞാലോ ഇപ്പോൾ എത്രയായി? ഡിസ്റ്റൻസ് ഒ ടു ബി 9, ബി ടു ഒ 9. സോ 9 + 9 18 സെൻറ്റിമീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷൻ 0, ഫൈനൽ പൊസിഷൻ 0. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0 - 0 = 0. ക്ലിയർ? അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിന് എന്ത് വാല്യൂ വരാം? ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു 0 വാല്യൂ വരാം. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നേരത്തെ കേസ് നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവ് വാല്യൂ കിട്ടി. ഇപ്പം എന്ത് കിട്ടി? 0 വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഇത് തിരിച്ചിട്ട് നമുക്ക് ഇതാ ഇങ്ങോട്ടേക്ക് പോകുന്നു വിചാരിച്ചു, ഈ ഡയറക്ഷനിൽ. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വരക്കുക. ഓക്കെ, ശരി. ഓനെത്തിയിട്ട് ഈ ഓബ്ജക്റ്റ് തിരിച്ച് ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങുവാണ്. അത് നീങ്ങി നമുക്ക് ഇതാ നീങ്ങിയിട്ട് നമുക്കിതാ ഇവിടെ എത്തി എന്ന് വിചാരിച്ചു. ABC D എന്നെടുക്കാം അല്ലേ. D എത്തി. ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് വരിക? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ O to B വരെ 9 അല്ലേ, B to O വരെ വീണ്ടും 9. സോ 9 + 9 18 പ്ലസ് എത്ര വരും? വീണ്ടും ഇങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? വീണ്ടും ഇവിടത്തേക്ക് വരുന്നത് 5 അല്ലേ. സോ 18 + 5 23 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരാൻ പറ്റില്ല, അത് പോസിറ്റീവ് വാല്യൂസ് മാത്രമായിരിക്കും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ എന്താ ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ഫൈനൽ പൊസിഷൻ സാധാരണ നമ്മൾ ഒറിജിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുക. സോ ഇറ്റ്സ് -5 ആണ്. ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? 0 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി -5 - 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് -5 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വാല്യൂ വരാം? ഒരു നെഗറ്റീവ് വാല്യൂ വരാം. ശരിയല്ലേ? എപ്പോഴാണ് നെഗറ്റീവ് വാല്യൂ വരിക? നമ്മൾ ഒറിജിൻ്റെ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെടുക്കും? നെഗറ്റീവ് വാല്യൂ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് പോയിൻറ്റിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾ എന്തെടുക്കും? നെഗറ്റീവ് വാല്യൂസ് എടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ഇതൊരു മെയിൻ ഡിഫറൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ കേസിൽ ഡിസ്റ്റൻസിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പറ്റൂ. മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസേ പറ്റും. ഡിസ്പ്ലേസിൻ്റെ കേസ് ആണെങ്കിൽ അത് എന്തൊക്കെ വാല്യൂസ് വരാം? 0 വരാം അല്ലേ, അതിന് പോസിറ്റീവ് വാല്യൂസ് വരാം, പിന്നെന്ത് വരാം? വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂസും വരാം. ക്ലിയർ ആണല്ലോ? അപ്പം ഇതൊരു മെയിൻ ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കി വെക്കാം. ശരി, ഇനി എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വലായിട്ട് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എയിലെത്തുമ്പോൾ 2 ഈക്വൽ ആയിരുന്നു, ബിയിലെത്തുമ്പോൾ 2 ഈക്വൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ
ശരിയല്ലേ? അപ്പം നമ്മൾ ഒറിജിൻ്റെ വലത് ഭാഗത്തിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളെങ്കിൽ അവിടെ എന്താവാം, രണ്ടും വേണമെങ്കിൽ ഒരേ വാല്യൂ ആവാം. ശരിയാണല്ലോ? ഇനി എപ്പോഴെങ്കിലും ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസിനും ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കണേ, പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ. പിന്നെ ഇനി വേറൊന്ന് പറയാനുള്ളത്, നോക്കൂ, രണ്ട് കക്ഷികൾ, നമുക്ക് ഈ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ തിരിച്ചു പോകാം. രണ്ട് കക്ഷികൾ ഇവിടെ പാർട്ടിക്കിൾ 1ഉം പാർട്ടിക്കിൾ 2ഉം രണ്ടുപേരും ഇനീഷ്യലി എ എന്ന പോയിന്റിലാണുള്ളത് അല്ലേ. എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ ഈ പാർട്ടിക്കിൾ 1 പതുക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ നീങ്ങിപ്പോയി എന്ന് വിചാരിച്ചോ. പാർട്ടിക്കിൾ 1 ഇങ്ങനെ നീങ്ങി 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 സി വഴി തിരിച്ച് എവിടെ എത്തി, ബിയിലെത്തി. ക്ലിയർ? പാർട്ടിക്കിൾ 1 ബിയിലെത്തുമ്പോൾ പാർട്ടിക്കിൾ 2 പോകുന്നത് നേരെ ഇതേ ലൈനിൽ കൂടിയാന്ന് വിചാരിച്ചു. അപ്പം 1 മൂവ് ചെയ്തത് എ സി ബി എന്ന പാത്ത് കൂടിയാണ്, 2 മൂവ് ചെയ്യുന്നത് എ ടു ബി കൂടിയാണ്. ശരിയല്ലേ? അപ്പം രണ്ടിൻ്റെ കേസിലും നിങ്ങൾ നോക്കിക്കോ, ഈ 1 ഈ എന്ന് മൂവ് ചെയ്ത് ബിയിലെത്തുമ്പോൾ നിങ്ങൾ വേറെ പാർട്ടിക്കിൾ എടുക്കാം, നമുക്ക് 3 എന്ന പാർട്ടിക്കിൾ എടുക്കാം. ഈ പാർട്ടിക്കിളും വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് ഇവിടെ എത്താം. ഇത് 3 പോയ വഴിയാണ്, ഇത് 1 പോയ വഴിയാണ്, ഇത് 2 പോയ വഴിയാണ്. ശരിയാണ്? ഈ എല്ലാ കേസിലും എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, സെയിം ആണ്. ശരിയല്ലേ? ഡിസ്റ്റൻസ് സെയിം ആണോ? ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. ഡിസ്റ്റൻസ് ഒന്നിൻ്റെ ഡിസ്റ്റൻസ് വേറെയാണ്, രണ്ടിൻ്റെത് വേറെയാണ്, മൂന്നിൻ്റെത് വേറെയാണല്ലേ. അപ്പോൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ഏത് പാത്ത് വഴിയാണ് ഒബ്ജക്റ്റ് വന്നതെന്ന് എന്തെങ്കിലും ഐഡിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളൊരു പോയിന്റ്, നമ്മളിപ്പോൾ വടകരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മടപ്പള്ളി സ്കൂളിൽ എത്തുന്നു. ചില ആൾക്കാർക്ക് വടകര നേരിട്ട് മടപ്പള്ളിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതുവഴി നേരിട്ട് വരാം. ചില ആൾക്കാർക്ക് വേണമെങ്കിൽ മടപ്പള്ളിയിൽ നിന്ന് വടകരയിൽ നിന്ന് പുറപ്പെട്ടിട്ട് വേണമെങ്കിൽ ഓർക്കാട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, മടപ്പള്ളി വരാം. അപ്പോൾ എല്ലാവരുടെ കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. കാരണം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് അല്ലേ. പക്ഷേങ്കിൽ നമുക്ക് വെറും ഡിസ്പ്ലേസ്മെൻ്റ് നിങ്ങൾക്ക് തന്നെങ്കിൽ ഏതെങ്കിലും കക്ഷി വേറെ ഏതെങ്കിലും വഴിക്ക് പോയിട്ട് നമ്മൾ സ്കൂളിലെത്തിയെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതേസമയം ഡിസ്റ്റൻസ് തന്നെങ്കിലോ, ഡിസ്റ്റൻസ് തന്നെങ്കിൽ ഓർക്കാട്രി വടരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓർക്കാട്രി പോയിട്ട് മടപ്പള്ളി എത്തുന്ന കുട്ടീൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കുമോ? പിന്നെ വടരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് പിന്നെ എന്താ പറയുക, വേണമെങ്കിൽ അഴിയൂർ പോയിട്ട് തിരിച്ച് നമ്മുടെ സ്കൂളിൽ എത്തുന്ന കുട്ടീൻ്റെ ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമുക്ക് ആ കുട്ടി വന്ന വഴിയെക്കുറിച്ച് അല്ലെങ്കിൽ പാത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ വേറെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് നെവർ ഗിവ് എനി ഐഡിയ അബൌട്ട് ദി പാത്ത് ഫോളോഡ് അല്ലേ. ഇത് ഓബ്ജക്റ്റ് ഫോളോ ചെയ്ത പാത്തിനെ കുറിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും നമുക്കൊരു ഐഡിയ തരാറില്ല. അറ്റ് ദ സെയിം ടൈം ഡിസ്റ്റൻസ് ഗിവ്സ് ഐഡിയ അബൌട്ട് ദി പാത്ത് ഫോളോഡ്. ഡിസ്റ്റൻസ് ആ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന പാത്തിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് തരാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ, എപ്പോഴും ആരായിരിക്കും വലുത്? ഡിസ്റ്റൻസ് ആയിരിക്കും വലുത്, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും വലുത്? മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാട്ടും കൂടുതലാവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും ആർക്ക് ഈക്വൽ ആവാം, ഡിസ്റ്റൻസ് ഈക്വൽ ആവാം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കേസിൻ്റെ എടുത്തോ, ഈ കേസിൽ ഇവിടുത്തെ വരെ ഓന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ അത് മൂവ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഓ മുതൽ ബി വരെ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസും നമുക്ക് ഈക്വൽ ആണെന്നല്ലേ കിട്ടിയത്. എയിലെത്തുമ്പോൾ രണ്ടും 4 ആയിരുന്നു, ബിയിലെത്തുമ്പോൾ 2 എത്രയായിരുന്നു, 9 ആയിരുന്നു. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു. ഇനി ബിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആര് കുറഞ്ഞു വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു വന്നു. പക്ഷേ ഡിസ്റ്റൻസ് എന്താ ചെയ്തത്, കൂടി വരിക ചെയ്തത് അല്ലേ. തിരിച്ച് സിയിലെത്തും ഓർമ്മയില്ലായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് 6 ആയിരുന്നു, ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത് 9 + 3 12 ആയിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഒന്നുകിൽ ആർക്ക് ഈക്വൽ ആവാം, ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആരെക്കാട്ടും കൂടുതലായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് ഒരിക്കലും ആരെക്കാട്ടും കുറയാൻ പറ്റില്ല, ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാട്ടും കുറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കൊള്ളണം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ചെയ്തോളൂ. രണ്ട് കോളകളും വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ ഡിസ്റ്റൻസ് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഡിസ്റ്റൻസ് ഈസ് ദ ആക്ച്വൽ പാത്ത് ഫോളോഡ് ബൈ ദി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോളോഡ് ബൈ ദി ഓബ്ജക്റ്റ്.
ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ക്ലിയർ? സെക്കൻഡ് ഡിഫറൻസ്, distance will be always positive. Displacement can have positive, 0 or negative values. Okay, third difference, distance is equal to or always greater than displacement. Displacement will be equal to or less than distance. Okay, next one, distance gives idea about the path followed by the object. Displacement never give any idea about the path followed. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തോളണേ. ശരി, നമുക്ക് ഈ അടുത്ത ടേംസിലേക്ക് നീങ്ങാം. അടുത്ത് നമുക്ക് വേണ്ടത് സ്പീഡാണ്. ഇത് നിങ്ങൾ പണ്ട് പഠിച്ച കേസാണല്ലേ, സ്പീഡ് അല്ലെങ്കിൽ വേഗത പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? സ്പീഡ് നമ്മളിങ്ങനെയാണ് പഠിച്ച്, സ്പീഡ് ഇസ് ദ എന്തായിരുന്നു, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. പഠിച്ച ഓർമ്മയില്ലേ? ഈ റേഷ്യോ ആണ് എന്ത്, സ്പീഡ്. ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇത് നമുക്ക് ഡെഫിനിഷനൊക്കെ നമുക്ക് പറയാൻ എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഡെഫിനിഷനൊക്കെ വരുമ്പോൾ പറയാൻ എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ക്വാണ്ടിറ്റി ഒഴികെ ബാക്കിയൊക്കെ എന്തായി കളിയാ, 1 ആയി കളിയാ. സപ്പോസ് ടൈം ഈസ് ഈക്വൽ ടു 1 സെക്കൻഡാന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് എന്താ കിട്ടുക? ടൈം 1 ആയി കഴിഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് വരൂലേ? അപ്പോൾ സ്പീഡ് ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും വെൻ ടൈം ഈസ് 1 സെക്കൻഡ്. ഈ 1 സെക്കൻഡ് എന്നുള്ളത് സാധാരണ നമ്മൾ യൂണിറ്റ് ടൈം എന്ന് വിളിക്കാറ്, യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സ്പീഡ് ഡിസ്റ്റൻസിന് ഈക്വലാണ് ടൈം യൂണിറ്റ് ആണെങ്കിൽ. അപ്പോൾ നമുക്കിങ്ങനെ പറയാലോ, സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഇതാണ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. വേറെ കാര്യം ഓർത്ത് വെക്കണം, ഡിവൈഡ് ബൈ ടൈം എന്നുള്ളത് നമ്മൾ പൊതുവെ റേറ്റ് എന്നാണ് പറയാറ്. റേറ്റ് ഡിവൈഡ് ബൈ ടൈം മീൻസ് റേറ്റ് ആണ്. സോ സ്പീഡ് നമുക്ക് ഇങ്ങനെയും പറയാലോ, സ്പീഡ് മീൻസ് ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പല ഡെഫിനിഷൻ നമുക്ക് സ്പീഡ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എഴുതിക്കൊള്ളണേ. ശരി, ഇനി ഇതിൻ്റെ SI യൂണിറ്റ്, ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ വേണം എഴുതാം. മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ടൈമും ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്പീഡ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി ഈ സ്പീഡ് തന്നെ നമുക്ക് പലതരത്തിലുള്ള സ്പീഡ് നമുക്ക് പോസിബിളാണ്. നിങ്ങൾ സാധാരണ ബസ്സിൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ, ബസ് ആദ്യം നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ സ്പീഡ് സ്റ്റാർട്ടിങ് ടൈമിൽ സ്പീഡ് 0 ആയിരുന്നു. പിന്നെ ബസ് പതുക്കെ നീങ്ങുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? സ്പീഡ് കൂടി വന്നു. അടുത്ത ഒരു ബ്രേക്ക് ഇടുമ്പോൾ വീണ്ടും സ്പീഡ് കുറയും. അപ്പോൾ സ്പീഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താ വിളിക്കും അതിനെ? സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന കേസാണ് ഇത് വാരിയബിൾ സ്പീഡ് എന്ന് പറയുന്നത്. വാരിയബിൾ സ്പീഡ് മനസ്സിലല്ലോ? വാരിയബിൾ സ്പീഡ്, ദാറ്റ് മീൻസ് സ്പീഡ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഇനി അല്ല, എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മളെന്ത് വിളിക്കും അതിനെ? യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ യൂണിഫോം ബസ് 60 km/h എന്ന സ്പീഡിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 60 km തന്നെയായിരിക്കും. അപ്പോൾ അതെന്ത് സ്പീഡാണ്? അതൊരു യൂണിഫോം സ്പീഡാണ്. ഓക്കെ, അതേസമയം സ്പീഡ് വേരി ചെയ്യുന്നത് നമ്മളെന്ത് വിളിക്കും? ഒന്നുകിൽ വേരിയബിൾ സ്പീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്നും പറയാം. ഇനി ഈ വേരിയബിൾ സ്പീഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഓബ്ജക്റ്റിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയാമെന്നുള്ളത്? എക്സാം ബസ്സിൻ്റെ കേസ് തന്നെ. ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആയിരുന്നു. പിന്നെ ബസ് പതുക്കെ സ്പീഡ് കൂടി 40 km/h വന്നു അല്ലേ? പിന്നെ അടുത്ത ബ്രേക്ക് ഇടുമ്പോൾ 35 km/h ആയി, വീണ്ടും സ്പീഡ് കൂടി. അപ്പോൾ ഇങ്ങനെ ബസ്സിൻ്റെ വേരിയബിൾ സ്പീഡാണെങ്കിൽ നിങ്ങൾ വന്ന ബസ്സിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് സ്പീഡാണ് പറയുക? അങ്ങനെ വേരിയബിൾ സ്പീഡിൽ നിങ്ങൾ ബസ്സിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ബസ്സിൻ്റെ ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് എന്താണെന്ന് പറയാം. രണ്ടാമത്തത്, അല്ലെങ്കിൽ ബസ്സിൻ്റെ ആവറേജ് സ്പീഡ് എന്താണെന്ന് പറയാം. ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് ഓർ ആവറേജ് സ്പീഡ്, രണ്ടും നമ്മൾ ഡിഫറൻസ് ശരിക്കും പഠിച്ചേക്കണേ. ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ, ഇത് ഒരു പ്രത്യേക സമയത്തെ സ്പീഡാണ്. അതായത് ബസ് ഇപ്പം ഒരു 9 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമ്മളിവിടെ ടൈം 9 മണി. അന്നേരം ഞാൻ സ്പീഡ് നോക്കി, സ്പീഡ് ഉണ്ടായിരുന്നത് 60 km/h ആണ്. ഒരു 9
10 സ്പീഡ് 70 km/h ആണ്. പിന്നെ 9:15 ആകുമ്പോൾ സ്പീഡ് 75 9:20 സ്പീഡ് 70, പിന്നും 72 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പ്രത്യേക സമയത്ത് 9:10 സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? 70 km/h. 9:20 സ്പീഡ് എത്രയാണ്? 72 km/h. അപ്പോൾ ഈ 72 അല്ലെങ്കിൽ 70 എന്നൊക്കെ പറയുന്നത് ഒരു ഗിവൺ ടൈമിലെ സ്പീഡാണ് അല്ലേ? സ്പീഡ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അതിൽ നമ്മളെന്ത് വിളിക്കുന്നത്? ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. സ്പീഡ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, ഇതാണ് ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ്. ഓക്കെ, ഇനി എന്താ ആവറേജ് സ്പീഡ് എന്ന് ചോദിച്ചാലോ? ആവറേജ് സ്പീഡ് കാണാൻ ഇക്വേഷൻ ഇതാണ്. ഇതൊരു ഇക്വേഷൻ നമ്മൾ സാധാരണ ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കാണും. നിങ്ങൾ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കാണും. എന്നിട്ട് ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ റേഷ്യോ ആണ് എന്ത്? ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ? ഇപ്പോൾ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്, ഇപ്പോൾ നിങ്ങൾ ബസ് വടകര സ്റ്റാർട്ട് ചെയ്ത് മടപ്പള്ളി എത്തുമ്പോൾ ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞെങ്കിൽ വടകര സ്റ്റാൻഡ് മുതൽ നമ്മൾ സ്കൂൾ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. എന്നിട്ട് വടകര നിന്ന് നമ്മൾ സ്കൂൾ വരെ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം എടുക്കും. ആ ടൈം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യും. അല്ലാണ്ട് സാധാരണ നമ്മൾ മാത്തമാറ്റിക്കൽ ഉണ്ടാകുന്ന ആവറേജ് അല്ലേ ഇവിടെ അല്ലേ? സാധാരണ നമ്മളിപ്പം വലത് പത്തുന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ, 60 എന്താ സ്പീഡ് 60, 70, 75, 72 എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ 60 + 70 + 75 + 72 ഡിവൈഡ് ബൈ 4 എന്നാണോ? അതല്ല ആവറേജ് സ്പീഡ് എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്തമാറ്റിക്കലി ഉണ്ടാകുന്ന ആവറേജ് അല്ല നമ്മൾ ആവറേജ് സ്പീഡ്. അത് മാത്തമാറ്റിക്കലി വരുന്ന ആവറേജിന് ഈക്വൽ ആവാം. ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, അത് പറയാം, നമുക്ക് അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാൻ പറയാം. ഓക്കെ, സാധാരണ ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്പീഡിൻ്റെ കേസിൽ ഓർത്ത് വെക്കണം. ഫസ്റ്റ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ 2-3 തരത്തിൽ പറയാം. ഒന്ന് സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, സ്പീഡ് സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ SI യൂണിറ്റ് m/s ആണ്. പലപ്പോഴും പ്രോബ്ലം തരുമ്പോൾ km/h ഒക്കെയാണ് ഉണ്ടാവുക. സ്പീഡ് km/hലും ടൈം സെക്കൻഡിലൊക്കെ തന്നതെങ്കിൽ ആ km/h നിങ്ങൾ m/s മാറ്റേണ്ടി വരും. ഇനി സ്പീഡ് 2 തരത്തിൽ സ്പീഡ് വരാം. ഒന്നുകിൽ യൂണിഫോം സ്പീഡ് വരാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് വരാം. യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ അവിടെ സ്പീഡ് എന്താണ്? എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡിൻ്റെ കേസിൽ സ്പീഡ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ വേരിയബിൾ സ്പീഡാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്യും. ഒന്ന് ആവറേജ് സ്പീഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് യൂസ് ചെയ്യും. ഓക്കെ, ആവറേജ് സ്പീഡ് മീൻസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ആൻഡ് ഇൻസ്റ്റൻറ്റാനിയസ് സ്പീഡ് ഈസ് ദ സ്പീഡ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ ഡെഫിനേഷൻ അടക്കം എഴുതി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അതേപോലെ നമുക്കിനി അടുത്ത വരുന്നത് വെലോസിറ്റിയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. ഒന്ന് എന്താ വെലോസിറ്റി ചോദിച്ചാലോ? വെലോസിറ്റി നേരത്തെ സ്പീഡ് ഡിവൈഡ് ബൈ ടൈം ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുക, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുക ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഇതാണ് എന്ത്? വെലോസിറ്റി. യൂണിറ്റ് എന്തായിരിക്കും? അപ്പോൾ ഒരു മിനിറ്റ്, അതിന് മുന്നേ ഡെഫിനിഷൻ അങ്ങനെ പറയുകയാണെങ്കിൽ നേരത്തെ അതേ മെത്തേഡ് പറയാം. ഒന്ന് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയാം. സപ്പോസ് ടൈം യൂണിറ്റ് ടൈം ആണെങ്കിൽ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കിട്ടും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി ഡിഫൈൻഡ് വെലോസിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയാം. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ റേറ്റ് വെച്ച് പറയാം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് എ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ ആണ്, മറ്റേ ടൈമാണ്, സോ m/s ആണ്. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ശരിയാണല്ലോ? വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി എന്താണ്? അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, വെലോസിറ്റിക്ക് എന്തൊക്കെ വാല്യൂസ് വരാം? ഡിസ്പ്ലേസ്മെൻറ്റ് 0ഉം പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് വരുന്നതുകൊണ്ട് വെലോസിറ്റിക്ക് എന്തൊക്കെയാവാം? 0ഉം പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസ് വെലോസിറ്റിക്ക് വരാം. ഓക്കെ, അപ്പം വേണമെങ്കിൽ ചോദ്യം ഇങ്ങനെയും വരാം, വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറയാൻ. ഇപ്പം എന്തൊക്കെയാണ് പറയാം? വെലോസിറ്റിയും സ്പീഡും ഒന്ന് ഡെഫിനിഷൻ തന്നെ പറയാം. സ്പീഡ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമാണ്.
സ്പീഡ് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കാം. വെലോസിറ്റിക്ക് എന്തൊക്കെ വരാം? പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വാല്യൂസ് വരാം അല്ലേ. പിന്നെ സ്പീഡ് എപ്പോഴും വെലോസിറ്റിക്ക് ഈക്വൽ അല്ലെങ്കിൽ വെലോസിറ്റിയെക്കാളും ഗ്രേറ്ററും ആയിരിക്കാം. വെലോസിറ്റി കേസ് ആണെങ്കിൽ വെലോസിറ്റി മേ ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ സ്പീഡ് ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പം ഈ വെലോസിറ്റിയുടെ കേസിലും നമുക്ക് എന്തൊക്കെ വരാമെന്നറിയോ? ചില കേസിൽ വെലോസിറ്റി നമുക്ക് കോൺസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ യൂണിഫോം ആവാം. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? അതിനെ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ വേറെ പേരോട് പറയാറുണ്ട്, യൂണിഫോം മോഷനിലൂടെ പറയാറുണ്ട്. ഓർത്ത് വെച്ചോളേ, ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റി കൂടെ ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? യൂണിഫോം മോഷൻ. ഓക്കെ, സോ യൂണിഫോം മോഷൻ മീൻസ് ദ ഓബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ മൂവിങ് വിത്ത് എന്താ ഈക്വൽ വെലോസിറ്റി. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ യൂണിഫോം മോഷനിൽ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്? യെസ്, യൂണിഫോം മോഷന് ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നിങ്ങൾ ഈ ടേബിൾ ശ്രദ്ധിക്കുക. ടേബിളിൽ ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട്. ടൈം 1 2 3 4 ഇങ്ങനെ കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് 0 4 8 ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 2 വരെയുള്ള ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് കിട്ടുന്നത്? ഫൈനൽ പൊസിഷൻ 4 ആണ്, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. ഇപ്പോൾ ടൈം നമുക്ക് എത്ര വന്നു? 2 - 1 ടൈം ഇൻ്റർവൽ 1 സെക്കൻഡാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, 4 വന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വെലോസിറ്റി വരുന്നുണ്ടാവുക? 4/1 അങ്ങനെയല്ലേ കിട്ടുക വെലോസിറ്റി. 4/1 ഈസ് ഈക്വൽ ടു എത്ര വന്നു? 4 എന്ന് വന്നു. ശരിയല്ലേ. നെക്സ്റ്റ് ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ അത് 2 to 3 ആണ്. 2 to 3 എന്ന ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് വരിക 8 - 4 ആണ് എന്ന് പറഞ്ഞാൽ 2 to 3 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആണല്ലേ. 8 - 4 എന്ന് പറഞ്ഞാൽ അഗെയിൻ 4 ആണ്. അപ്പോൾ വെലോസിറ്റി എത്ര വരും? 4 വരും. അടുത്ത ടൈം ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 - 3 1 കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് 12 - 8 അഗെയിൻ 4 എന്ന് കിട്ടും. വെലോസിറ്റി 4 എന്ന് കിട്ടും. അപ്പോൾ ഈ മോഷൻ്റെ പ്രത്യേകത ഇതിൽ നിങ്ങൾ വെലോസിറ്റി കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്? ഇതൊരു യൂണിഫോം മോഷന് എക്സാമ്പിളാണ്. ശരിയല്ലേ. അത് ഓർത്ത് വെക്കേണ്ട കാര്യം വെലോസിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ തന്നെ എന്ത് മാറും? വെലോസിറ്റി മാറും. കാരണം വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പം വെലോസിറ്റി അപ്പം ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മാറും, അത് യൂണിഫോം മോഷൻ എന്ന് മാറും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് കേസിൽ ടൈം ഇൻ്റർവൽ 1 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 4 ആണ്. നെക്സ്റ്റ് ടൈം ഇൻ്റർവൽ 1 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 4 ആണ്. ടൈം ഇൻ്റർവൽ 1 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ യൂണിഫോം മോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും പറയാമല്ലോ. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ആ ഓബ്ജക്റ്റ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? യൂണിഫോം മോഷൻ വിളിക്കാം. ക്ലിയർ. അപ്പോൾ യൂണിഫോം മോഷന് അങ്ങനെ 2 ഡെഫിനിഷൻസ് പറയാം. ഒന്ന് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതും എന്ത് തന്നെയാണ്? യൂണിഫോം മോഷൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. അതിൻ്റെ ഗ്രാഫൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാം. ഇനി യൂണിഫോം മോഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നതിനെ? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മളതിനെ വേരിയബിൾ വെലോസിറ്റി എന്ന് പറയാം. പുറത്ത് വെക്കണേ, വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. അത് നോൺ യൂണിഫോം വെലോസിറ്റി വിളിക്കാം. ആ കേസ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? ഒന്നുകിൽ ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റി വെച്ച് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അത് ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം വെച്ച് നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ്? ആവറേജ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റി എന്താ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ടോട്ടൽ ടൈം എന്ന് കിട്ടും. ഇത് വെച്ച് പറയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എന്തായാലും മാറിയിട്ടുണ്ടാവും, 0 ആയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പല വഴിക്ക് ഓടി തിരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ എത്തുമ്പോൾ നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങളുടെ വെലോസിറ്റി എന്തായിട്ടും ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് കേട്ടിട്ട് ഇതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.